കളവ് പറയുന്നതിന്റെ ഗൗരവം നമ്മൾ ശ്രദ്ധിക്കണം. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. കള്ളന്മാർക്ക് അല്ലാഹുവിന്റെ ശാപം. അത് ചെറിയ കളവ് വലിയ കളവ് എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളക്കണക്കിന് ഹദീസുകൾ അതിന്റെ ഗൗരവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. കളവ് ദുഷ്പ്രവൃത്തിയിലേക്ക് നയിക്കും, ദുഷ്പ്രവൃത്തി നരകത്തിലേക്ക് നയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കള്ളവാദത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം. കാരണം കള്ളം പറയുക എന്നുള്ളത് പാപത്തിന്റെ വലിയ വാതിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കളവ് പലതിനും പറയാറുണ്ട്. ഒരു കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വേണ്ടി കളവ് പറയും. ആ സാധനത്തിന്റെ ക്വാളിറ്റി ഇല്ലാത്ത ക്വാളിറ്റി പറഞ്ഞിട്ട് പറയും, കളവ് പറയും. അതുപോലെ തന്നെ ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി കളവ് പറയും. പല സംഗതികളിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടില്ലേ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ കള്ളത്തരങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കും. ആരെങ്കിലും ഒക്കെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ, ഇല്ലാത്ത കള്ളാരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഒരാളുടെ ഐഡന്റിറ്റിയെ കുറിച്ച്, ഒരാളുടെ വ്യക്തിത്വത്തെ കുറിച്ച് കളവ് പറയാം. ഗൗരവമുള്ള പാപാണ്. അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, എനിക്ക് അയാളെ ബോധ്യപ്പെട്ടത് ഇങ്ങനെയാണ്, അയാളെ ബോധ്യപ്പെട്ടത് ഇങ്ങനെയാണ് എന്ന് കളവ് പറയാം. അതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ അത് ആത്മീയമായിട്ട് ഒരുപാട് ദോഷം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഹൃദയത്തെ കരിച്ചു കളയും. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ദുആ ദിക്റുകൾ കയറി പോകില്ല കളവ് പറയുന്ന ആൾക്കാർക്ക്. കളവ് പറയുന്ന ആളുകളുടെ പ്രാർത്ഥനകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ അള്ളാഹുലേക്ക് കയറിപ്പോകാതെ തള്ളപ്പെടുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല മരണത്തിലും ഖബറിലും ആ സമയത്തൊക്കെ ശിക്ഷിക്കപ്പെടാൻ ഈ കളവ് കാരണമാകുമെന്നാണ്. കളവ് കൊണ്ട് വ്യക്തിപരമായി ഒരുപാട് ദോഷങ്ങളുണ്ട്. നമ്മളെ വിശ്വാസം നഷ്ടപ്പെടും. ചില ആൾക്കാർ എപ്പോഴും വരാൻ വരുന്നത്, നിങ്ങളെപ്പോഴും എത്തിയോക്കും, ഞാൻ കുറേ സമയം എത്തിയിട്ടറിയും, അപ്പൊ എത്തിണ്ടാവുള്ളൂ. കളവല്ലേ. കുട്ടികളോട് പറയും, ഞാൻ അത് തരാന്ന് പറയും. കളവാണത് അല്ലേ. ചെറിയ കാര്യം, അതുണ്ട് എന്റെ കയ്യിൽ, അതുണ്ട് ഇതിന്റെ ഉണ്ട്. ഒരിക്കലും ഉമ്മ ഉമ്മ വിളിച്ചു ഒരു കുട്ടിനെ. അപ്പോ അതിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു ചോദിച്ചു. കാരൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നീ പറഞ്ഞത് കളവായി രേഖപ്പെടുത്താൻ അത് തന്നെ മതി എന്നാ പറഞ്ഞത്. അപ്പോ കളവ് എന്നത് വ്യക്തിപരമായ ദോഷങ്ങൾ ഉണ്ടാക്കും, വിശ്വാസത്തെ നഷ്ടപ്പെടുത്തും, ബന്ധങ്ങളെ തകർക്കും, മനസ്സിൽ സ്ഥിരമായ കുറ്റബോധം ഉണ്ടാക്കും. മനസ്സിലിങ്ങനെ ഒരു കുത്തിങ്ങനെ ഉണ്ടാക്കും. ഹാക്കഫീസൊതിരിക്കാനല്ലേ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കും. സുദാസനം പറഞ്ഞത്. സമൂഹത്തിൽ ഒരുപാട് ദോഷം ഉണ്ടാക്കും. കുടുംബങ്ങൾ, ആ ബന്ധങ്ങൾ ഇടിഞ്ഞ് തകർന്നു പോകും കളവ് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിലേ. അതുപോലെ തന്നെ വ്യാപാരങ്ങൾ അനീതിയിലേക്ക്, അധർമ്മത്തിലേക്ക്, അതുപോലെ തന്നെ കള്ളത്തരങ്ങളിലേക്ക് വ്യാപൃതമാകും. അപ്പോൾ സമൂഹത്തിൽ മൊത്തം അവിശ്വാസം വളരും. അതുപോലെ തന്നെ സത്യസന്ധതയുടെ മഹത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് കളവ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, കളവിന് ചെറുത് വലുതൊന്നുമില്ല. കളവ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് തെറ്റന്നെയാണ്. കളവ് പറയൽ അനുവദനീയമായ ചില സന്ദർഭങ്ങളുണ്ട്. ഒന്നേതാണ്, രണ്ടാൾക്കാരെ സുൽഹാക്കാൻ വേണ്ടി കളവ് പറയാം. അത് കളവാവില്ല എന്ന് പറഞ്ഞു. അഹമ്മദും മുഹമ്മദും തല്ലുകൂടുമ്പോ അഹമ്മദാക്ക നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നു, എന്തോരം ഇഷ്ടമാണ് നിങ്ങളെ എന്ന് പറയാം. അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. മുഹമ്മദ് ആക്കാങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം എന്ന് പറയാം. ഉലമിൽ നന്നാക്കാൻ അത് കളവാവില്ലെന്നാ. പെണ്ണുങ്ങളോട് പറയാം, സഹോദരമണിമാരോട് പറയാം, കാരണം നല്ല ഇഷ്ടമാണ് എന്ന് പറയാം. ഇഷ്ടമില്ലെങ്കിലും പറയാം, അത് കളവാവില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചില സന്ദർഭങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കളവാകാത്ത സംഗതികള് ബാക്കിയുള്ളതൊക്കെ കളവാണ് സംഗതികളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കളവ് പറയുന്ന ആളുകളുണ്ട്. കുട്ടികൾ തെറ്റ് ചെയ്താലും അതുപോലെ തന്നെ ആദ്യമൊക്കെ ഓലെ തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും, കളവ് പറയാൻ പ്രോത്സാഹിപ്പിക്കും, പേടിപ്പെടുത്തിയിട്ട് മറ്റുമൊക്കെ. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധമായി പറയാനുള്ള പരിശീലനം അവർക്ക് നൽകണം. കള്ളത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഹൃദയം ശുദ്ധമാക്കുന്ന ദുആകള്, ഹൃദയത്തെ പോളിഷ് ചെയ്യപ്പെടുന്ന ദുആകള് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. സത്യസന്ധരായ ആളുകളുടെ കൂട്ടത്തിലൂടെ മാത്രം ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു നഷ്ടം നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ സംസാരിക്കുന്നതിന് മുമ്പ് ആ പറഞ്ഞത് സത്യമാണോ, നാളെ പരലോകത്ത് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ആലോചിച്ചിട്ട് പറയുകയാണെങ്കിൽ കളവ് പറയാൻ തോന്നൂല. ഞാനത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ചിലപ്പോൾ തമാശക്കായിരിക്കും. അവിടെ അങ്ങനെ ഉണ്ടായി, ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായി, ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ഉണക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കും. അതൊക്കെ കളവ് പറഞ്ഞിരിപ്പെടും. വലിയ ശിക്ഷ അല്ലാഹു രേഖപ്പെടുത്തും. കളവ് പറയാതെ സംസാരിച്ച് ശീലിക്കണം. ചെറിയ നിലക്ക് പോലും കളവ് വന്നു പോകാതെ പറഞ്ഞ് ശീലിക്കണം.